ഹലോ ഫ്രണ്ട്സ്, എനിക്കിന്ന് രാവിലെ നല്ല ചൂട് കടലക്കറി നല്ല സോഫ്റ്റ് പുട്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇതേപോലെ പുട്ടിൻ്റെ മാവ് നനച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നല്ല ചെറിയ ചൂട് വെള്ളത്തിൽ മാവ് നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടുമെന്ന് കേട്ടോ വയ്പ്പ്. അപ്പോൾ ഇന്നലെ രാത്രി ഇതേപോലെ കടല കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ കുക്കറിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിക്ക, സവാള, പിന്നെ പച്ചമുളക് ഇത് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കറുത്ത കടലയാണ് നോക്കിയത്, മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട്. കറുത്ത കടലയാണ് നല്ലത് കിട്ടാം, പക്ഷേ എനിക്ക് വെളുത്ത കടലയാണ് കിട്ടിയത്. ഇതുകൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് എന്തായാലും വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മുളക് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാവില്ലേ, ഈ ഒരു സമയത്തിന് അത് കുക്കർ മൂടി വെച്ചല്ലോ, അപ്പോൾ ആ മൂടി വെച്ചതിന് ശേഷം നമ്മുടെ മാവ് ഇതേപോലെ കുറ്റിയിലേക്ക് നിറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ പുട്ടുകളെല്ലാം വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇതേ കണ്ടില്ലേ, ആവിയൊക്കെ വന്നു കേട്ടോ, പുട്ടിൻ്റെ ആവിയെല്ലാം വന്ന്. അപ്പോൾ ഞാനതെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പുട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുക്കറിൻ്റെ മൂടി തുറന്നപ്പോഴത്തേക്ക് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടല ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കടുകില്ല അത് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളില്ല അത് ഇതേപോലെ കുനുകുനാന്നരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല, നമ്മുടെ വീട്ടിൽ പൊടിക്കണ ഗരം മസാല ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ഇതിലിടുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മസാല കേട്ടോ ഞാൻ ചേർക്കണം. നമ്മുടെ കടല മസാലേൻ്റെ കാട്ടിലും നല്ലത് നമ്മുടെ ചിക്കൻ മസാല കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ അതിൽ ആ മസാലയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കണില്ലേ, അത് ഞാൻ കടലവെള്ളം ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, മസാല കളയണ്ടല്ലോ, അതും കൂടി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വറ്റി വരണ സമയത്ത് ഇതേപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ മതി കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നിങ്ങൾ നോക്കണം ഫസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ. എന്നിട്ട് നമുക്കിത് പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഇത്ര ഉള്ള സംഭവം എന്ന് പറയുന്നത്. അതെനിക്ക് ഒരുപാട് ഗ്രേവീനെക്കാട്ടിൽ ഇതേപോലെ കുറുകി കിട്ടുന്ന കടലക്കറി കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. എന്നിട്ട് നമുക്കിതിപ്പോൾ കഴിച്ചു നോക്കാവേ എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പുട്ടെടുക്കുക, അതിലേക്ക് നമ്മൾ ആ കടല മിക്സ് ചെയ്യുക കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതേപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. എനിക്ക് പിന്നെ ചെയ്യാനുള്ള മടി കാരണം ഞാനിപ്പം ഇതേപോലെ കുഴച്ചെടുക്കണമെന്നുള്ളൂ കേട്ടോ. അതിൻ്റെ തീരെ രോദനം നിങ്ങൾക്ക് അവസാനം കുഴച്ച് കഴിഞ്ഞ് കേൾക്കാട്ടോ. ഞാൻ അവസാനം വരെ മറ്റേ സഹിച്ച് നിന്നിട്ടോ, ചൂട് ഇങ്ങനെ പിടിച്ച് നിൽക്കായിരുന്നേ. എന്നിട്ട് ഞാൻ കുട്ടാപ്പിക്ക് ചെറിയ ചൂട് അവന് വേണമെന്ന് പറഞ്ഞ് ആ ഒരു സമയത്താണ് കൊടുത്തത്. അപ്പോൾ അവൻ കഴിച്ചു നോക്കി, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ. ടാറ്റാ ബൈ.